നല്ല പൊള്ളി മഴയാണ് സുഹൃത്തുക്കളെ. ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയിൽ തിറങ്ങിയതാണ് വണ്ടി അടിച്ചുകൊണ്ട് ടൗണിലേക്ക് യാത്ര ചെയ്യുക, ടൗണൊക്കെ കാണിക്കുക. നമ്മള് എന്നാ പറയണ്ടേ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാട്ടോ ഇത്. കണ്ണൂർ ജില്ലയിലെ ഏത് സ്ഥലം എന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര പ്രദേശം, വായാട്ടുപറമ്പ് എന്ന് പറയും. അവിടുത്തെ തൊട്ടടുത്ത ടൗൺ എന്ന് പറയുന്നത് കിരുവിഞ്ചാൽ ടൗൺ. വായാട്ടുമ്പുകാർക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള അടുത്തുള്ള പ്രദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയത് ഈ പറഞ്ഞ ഈ ടൗണാണ്, കിരുവിഞ്ചാൽ ടൗൺ. നമുക്കേക്കുള്ള ഒരു യാത്ര. നമുക്ക് ഇവിടുത്തെ ചെറിയ ഗ്രാമങ്ങളൊക്കെ കേട്ടോ, നമ്മുടെ ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. വായാട്ടുപറമ്പ് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് തിരുവഞ്ചാലിലേക്കുള്ളൊരു യാത്ര ഈ മഴയത്ത്. ഇതാണ് റോഡിൻ്റെയൊക്കെ അവസ്ഥ. നല്ല മഴയത്ത് കാണാൻ പറ്റില്ല. ഇതാണ് വായാട്ടുപറമ്പ് ചെറിയ ടൗൺ അല്ലേ, എന്താ പറയുക, വായാട്ടുപറമ്പ് ചെറിയ ടൗണാണ്. അതുപോലെ വായാട്ടുമ്പ് പള്ളിയാണ് ആ കണ്ടത്. ആ സൈഡിൽ കാണുന്ന പുതിയ പള്ളി പണിയുന്നതാണ്. പുതിയ പള്ളി വായാട്ടുമ്പല് പണിയുന്നതാണ് ആ കാണുന്നത്. ഇവിടെ ഒരു ചായക്കടയുണ്ട്, ഭയങ്കര ഫേമസ് ആയി. ഒരു 2-3 വർഷം കണ്ടായി. ആ ചായക്കടയിൽ ഭയങ്കര ആളാണ്. ഈ ചായ ഷോപ്പ് എന്ന് പറയും ചായക്കടയുടെ പേര്. അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഇതാണ് വായാട്ടുമ്പലിന്റെ കുറേ കടകളും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഇതാണ്. ക്യാമറ ശരിയല്ല, എനിക്ക് വേണ്ടിയുണ്ട്. നല്ല മഴയാണ്, മഴയത്തുള്ള യാത്രയാണ്. നല്ല വളവും തിരിവും കയറ്റമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതിന്റെ മേളില് വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള്, ഞാൻ പഠിച്ച സ്കൂൾ അവിടെയാണ്, പഠിച്ച സ്കൂളാണ്. ഭയങ്കര കയറ്റമായിരുന്നു. ഈ കയറ്റം കുറച്ച് റോഡ് വന്ന കാലത്ത്, ഇത് മലയോര ഹൈവേ ആണ്. ഈ മലയോര ഹൈവേയില് ഉള്ള റോഡ് സൈഡിൽ തന്നെയുള്ള സ്കൂളാണ്. റോഡ് വരുന്നതിന് മുമ്പേ സ്കൂളുള്ള മലയോര ഹൈവേ മലയോരത്തോടെ കടന്നു പോകുന്നവർ അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. വലിയ ദശകങ്ങളോ അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊന്നും ആയിട്ടില്ല. ഈ ജംഗ്ഷന് ഹണി ഹൗസ് എന്ന് പറയും കേട്ടോ, ഹണി ഹൗസ്. ഇത് പിള്ളേരെല്ലാം സ്കൂൾ വിട്ടിട്ട് പോകുന്നതായിട്ടാണ്. പണ്ട് ഇതുപോലെ ഇതുപോലെ സ്കൂളിലൊക്കെ ഇവയൊക്കെ നമ്മൾ എന്നാ പറയട്ടെ, സ്കൂളിൻ്റെ അടുത്താണ് വീടെങ്കിൽ പോലും നമുക്കൊരു ആവശ്യമില്ലായിരിക്കും കരിഞ്ചാലിൽ പോകാൻ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പണ്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഉച്ചയ്ക്കൊക്കെ ആ സ്കൂൾ വിടുന്ന കരിഞ്ചാലൊക്കെ പോയി അവിടെ നിന്ന് ബസ് കയറും. ബസ് കയറിയിട്ട് വീട്ടിലേക്ക് വരുന്ന വേറൊരു സ്ഥലമാണ് വഴിയാണ്, തളിപ്പറമ്പിലേക്ക് പോകുന്ന വഴി. ആ വഴിയിൽ അതിലെ ഓടുന്ന ബസ്സിൽ കയറി ബാലപുരം അല്ലെങ്കിൽ വായാട്ടുമ്പ് അവരെ ഇറങ്ങും. അതൊക്കെ വീട്ടിലേക്കാണ്. അതൊക്കെ ഒരു ചെറുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ ലീലാവിലാസങ്ങളല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പ്രവേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തിരുവഞ്ചാൽ എന്ന് പറയും. തിരുവഞ്ചാൽ ആലക്കോട്. പെട്ടെന്ന് പറഞ്ഞാൽ തിരുവഞ്ചാൽ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിലും ആലക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മലയോരത്തെ ഒരു പ്രധാനപ്പെട്ട നഗരവും അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഏറ്റവും വലിയ ടൗണാണ് ആലക്കോട്. അതിനും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ടൗണാണ് കിരുവിഞ്ചാൽ. നമ്മൾ തളിപ്പറമ്പ് നിന്ന് വരുവാണെങ്കിൽ കിരുവിഞ്ചാൽ കഴിഞ്ഞിട്ട് ആലക്കോടേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ടൗണിൽ കൂടെയൊക്കെയുള്ള ഒരു യാത്ര. പിള്ളേർ വഴിയിൽ നിന്നൊന്നും മാറുകയല്ല, പിള്ളേർ ഇങ്ങനെ കൈ നീട്ടി കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെ കൈ നീട്ടി കാണിക്കണം അല്ലേ. ചെറുപ്പകാലത്തൊക്കെ നമ്മളും ഇതുപോലെ ഒരുപാട് കൈ നീട്ടി കാണിച്ചു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവണമെന്നില്ല, വണ്ടിക്കുണ്ടോ നോക്കിയിട്ട് എടുക്കണം. ഇതാണ് കിരുവഞ്ചാൽ ടൗൺ കേട്ടോ. ഈ സൈഡിൽ കാണുന്നൊരു കട ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാണ്. രാത്രിയിൽ 1 മണി വരെ ആ കട ഉണ്ടാവും. ഭയങ്കര ആളുകളാണ്. കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 24 കൂട്ടം കടികളും 24 കൂട്ടം കടികളുള്ള ഒരു കട. അതാണ് കിരുവഞ്ചാലിലെ ബസ് സ്റ്റോപ്പ്. അപ്പുറത്തെ ഇപ്പുറത്തെ ബസ്സൊക്കെ കയറാൻ വേണ്ടിയുള്ള ബസ് സ്റ്റോപ്പിലാണ്. ഇത് പുതിയൊരു പാലം വന്നു ഇവിടെ. കിരുവഞ്ചാലിൽ കുറേ നാളത്തെ ആഗ്രഹം ഒരു പാലം, പുതിയൊരു പാലം വേണമെന്നുണ്ട്. കാത്തിരുന്ന് കിട്ടിയൊരു പാലമാണ്. അപ്പൊ പാലത്തിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്.
ഇരിഞ്ചാല് കഴിഞ്ഞ് ആലക്കോടേക്ക് പോകുന്ന വഴിയാട്ടോ. നമുക്ക് ഇവിടം വരെ ഒരു സ്ഥലത്ത് വരെയാണ് പോകാറുള്ളത്. സ്പോർട്സ് സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ സ്പോർട്സ് സിറ്റിയിലേക്കാണ്. ഇവിടെ ഈ നാട്ടിൽ വന്നൊരു മാറ്റം എന്ന് പറയാൻ സ്പോർട്സ് സിറ്റി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വമ്പൻ സ്പോർട്സ് സിറ്റി വന്നിട്ടുണ്ട്. ആ സ്പോർട്സ് സിറ്റി കാണാൻ വേണ്ടി. അതുപോലെ ഇതൊരു ബാറാണ്, 4 സ്റ്റാർ ബാറാണ്, എലഗൻസ് എന്ന് പറയും. എലഗൻസ് ബാറാണിത്. അപ്പോൾ എലഗൻസ് ബാറും കഴിഞ്ഞാണ് നമുക്ക് ഈ സ്പോർട്സ് സിറ്റിയിലേക്ക് വരുന്നത്. അവിടെ ടർഫുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു വമ്പൻ സംവിധാനമുണ്ട്. ഈ റോഡിന് 20 വശവും ഇത് ആലക്കോടേക്കുള്ള വഴി. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ പോലും വേണ്ട ആലക്കോടേക്ക്. മൊത്തം ബിൽഡിങ്ങുകൾ. ഇത്രയും ബിൽഡിങ്ങുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത കാലത്ത് ഇത്രയും ബിൽഡിങ്ങുകളൊക്കെ വന്നു. എന്തൊരു മനോഹാരിതയല്ലേ മഴയത്തുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കയറ്റമുണ്ട്, ഇത് കല്ലടി എന്ന് പറയും ഈ സ്ഥലത്തിന്. കയറ്റമുള്ള ഈ ഏരിയക്ക് കല്ലടി എന്ന് പറയും. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പോകേണ്ട എന്താ പറയുക 2 ഓഡിറ്റോറിയം ഉണ്ട്. വലിയ നീന്തൽക്കുളം. വലിയ നീന്തൽക്കുളം എന്ന് പറഞ്ഞാൽ ഒരു 50, 60, 70 പേർക്ക് കുളിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള നീന്തൽക്കുളമുള്ള ഒരു സ്ഥലം കേട്ടോ. ഇതിൻ്റെ താഴെയാണ്, ഈ റോഡിന് താഴെയാണ് ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം ഉള്ളത്. ഇവിടേക്ക് വണ്ടി ഇറങ്ങിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ട് ആദ്യം നമുക്ക് കയറി തിരിച്ചു വരാം. പാർക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെക്കാം, അല്ലെങ്കിൽ തിരിച്ചു കയറി വന്നിട്ട് പറ്റുന്നത്. അപ്പോൾ താഴെ വരെ നമുക്ക് പോകാം, നോക്കാം. ഏതായാലും ഇതിൻ്റെ വലിയ കമാനം കേട്ടോ. ഇവിടെ പുതിയ റെസ്റ്റോറൻറ്റ് വരുന്നത്, ഇതിനകത്ത് ജിമ്മുണ്ട്. ഇതാണ് നടുപ്പറമ്പിൽ എന്താ പറയുക സ്പോർട്സ് സിറ്റി എന്നോ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമുക്ക് പാർക്കിങ്ങിന് എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്നറിയില്ല. അവിടെ വെക്കാമെന്നൊരു പറ്റില്ല. നോക്കാം. താഴെയാണ് എൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ വലിയ ഭാഗങ്ങളൊക്കെ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് പോകും, അതായിരിക്കും നല്ലത്. താഴെയൊന്നും വണ്ടി വെക്കാനുള്ള സ്ഥലമില്ല, സേഫ് അല്ല. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും വെക്കാം, എന്നിട്ട് പോകാം. ഇവിടെ നടുപ്പറമ്പിൻ്റെ സ്പോർട്സ് സിറ്റിയിലുള്ള ടർഫ് ഗ്രൗണ്ടായിട്ടാണ്. നല്ല അടിപൊളി ഒരു ടർഫ് ഗ്രൗണ്ടാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. പുതിയതായിട്ട് വന്ന ഒരു ജിമ്മാണ് ഇത്, YB എന്ന് പറഞ്ഞ ജിമ്മാണ്. ഇതിൻ്റെ മുകളിൽ എന്താ പറയണ്ടേ ഹോട്ടൽ റൂമുകളാണ് ഇതിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു സൂപ്പർ റെസ്റ്റോറൻറ്റ് ഇവിടെ വരുന്നുണ്ട്. ആ റെസ്റ്റോറൻറ്റ് അതിൻ്റെ പേര് ബാംബൂസ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ താഴെ കാണുന്നതാണ് എന്താ പറയുക നമ്മുടെ നടുപ്പറമ്പിൽ സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞ അതിൻ്റെ വലിയ ആദ്യത്തെ ഓഡിറ്റോറിയം. 2 ഓഡിറ്റോറിയം ആയിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നു. ഭയങ്കര വ്യൂ ആണ്, നിറയെ വണ്ടികളല്ലേ. ഇവിടെ ഒരു കല്യാണമുണ്ട്, ഒരു കല്യാണം കൂടാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പം ഇതാണ് ഈ സ്പോർട്സ് സിറ്റിയുടെ ഏറ്റവും വലിയ ഒരു കോമ്പൗണ്ട് ഏരിയ. പണ്ട് ഇത് റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം എങ്ങനെ ഉപയോഗിക്കാം, ഇത് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ ആക്കിയെടുക്കുമെന്ന് കരുതാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. അവിടെയാണ് ആ ദൂരെ കാണുന്നതാണ് അവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ. ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നല്ലൊരു എന്താ പറയുക ചെറിയൊരു യാത്ര, വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ സ്പോർട്സ് സിറ്റി നമ്മുടെ തന്നെ നമ്മുടെ അഭിമാനത്തോടെ പറയും. കാരണം അത്ര നല്ലൊരു സ്പോർട്സ് സിറ്റിയാണ് ഇവിടെ. സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളുണ്ട്. ജിമ്മുണ്ട്, അതുപോലെ വലിയ ഒരു ടർഫുണ്ട്. പിന്നെ അവിടെ പുതിയ ഹോട്ടൽസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. വമ്പൻ എന്നാ കല്യാണ മണ്ഡപമൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ചെറുതായിട്ടൊന്ന് കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും, ചെറുതായിട്ട് ഒരു വ്ലോഗ് എടുത്താലും അപ്പോൾ ഇന്നൊരു സാഹചര്യം എത്തുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ട് ഇരിക്കുക, പറ്റിയാന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.